തവണ വലിയ ചങ്കെടുപ്പ് മുന്നണികൾക്ക് പ്രത്യേകിച്ചും ഇടത് വലത് മുന്നണികൾക്ക് ഉണ്ടാക്കുന്നതാണ് ഈ വോട്ടിംഗ് പെർസെൻറ്റേജിലെ വർധന. ഇടതുമുന്നണി അവകാശപ്പെടുന്നത് ജനങ്ങൾ തുടർഭരണം ആഗ്രഹിക്കുന്നു, തുടർച്ച ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കൂട്ടത്തോടെ ബൂത്തുകളിലേക്ക് എത്തി വോട്ട് ചെയ്തു എന്ന ഒരു വിശ്വാസമാണ് ഇപ്പോഴും ഇടത് കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുക. എന്നാൽ ജനവിരുദ്ധ വോട്ടുകൾ 10 വർഷത്തെ ഭരണം മാറണമെന്ന കടുത്ത തീരുമാനം ജനമെടുത്തിരുന്നു. അതൊരു തരംഗമായി മാറി ജനങ്ങൾ ബൂത്തുകളിലേക്ക് എത്തിയെന്ന് UDFും കരുതുന്നു. UDFിന് വലിയ പ്രതീക്ഷയാണ്. ഒരുപക്ഷെ ചുരുങ്ങിയത് 85 സീറ്റ് അല്ലെങ്കിൽ 90 സീറ്റ് എന്നുള്ളതൊക്കെയാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. പ്രതിപക്ഷ VD സതീശനാകട്ടെ 100-ന് മുകളിലേക്ക് പോകുമെന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. 75 മുതൽ 85 ഇതാണ് ഇടതുമുന്നണിയുടെ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ. നാളെയാണ് ഞായറാഴ്ചയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ഇന്നലെ തന്നെ ജില്ലകളിൽ നിന്നുള്ള കണക്കുകൾ CPM നേതാക്കൾക്ക് നൽകി തുടങ്ങി. പക്ഷേ വിശദമായി പരിശോധിച്ച് 2 ദിവസത്തിനുള്ളിൽ നൽകിയാൽ മതി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുമ്പ് നൽകിയാൽ മതി എന്നൊരു നിർദ്ദേശമാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ ഘടകങ്ങൾക്ക് ഇന്നലെ രാത്രിയോടുകൂടി നൽകിയത്. BJP വലിയ പ്രതീക്ഷയിലാണ്. 2 മുന്നണികൾക്കുമെതിരെയുള്ള ജനവിധിയായി ഇത് മാറും. വലിയ തരത്തിലുള്ള ജനവിരുദ്ധ നിലപാടുണ്ടായി, സർക്കാരിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ഉണ്ടായി. അത് തങ്ങൾക്ക് അനുകൂലമാകും. ഏതെങ്കിലും 1-2 സീറ്റ് ജയിക്കുക മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ അവകാശപ്പെട്ടതുപോലെ വളരെ നിർണായകമായ ഭരണം നിശ്ചയിക്കുന്ന, ഭരണത്തെ സ്വാധീനിക്കാവുന്ന ഒരു ഘടകമായി BJP മാറും. ഒരുപക്ഷെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത തിരുവനന്തപുരം വട്ടിയൂർക്കാവും അതുപോലെ നേമവും കഴക്കൂട്ടവും മാത്രമല്ല, മറ്റു പല ജില്ലകളിലും BJP പ്രധാനപ്പെട്ട ഒരു ശക്തിയായി മാറും. അവിടെ BJP ജയിച്ചു വരുമെന്ന വലിയ പ്രതീക്ഷ BJPക്കുമുണ്ട്. അങ്ങനെ ഈ വോട്ട് കണക്കിലെ വർധന അക്ഷരാർത്ഥത്തിൽ മുന്നണികൾക്ക് ചങ്കെടുപ്പേറ്റുന്നതാണ്. മറ്റൊരു കാര്യമുള്ളത് SIR തന്നെയാണ്. SIR വന്നതോടുകൂടി പൗരത്വം നഷ്ടപ്പെടുമോ എന്ന വലിയ ആശങ്ക വലിയൊരു വിഭാഗം ജനങ്ങളിലുണ്ടായിരുന്നു. അവർ അതുകൊണ്ട് തന്നെ കൃത്യമായി വോട്ടർ പട്ടികയിൽ പേര് വരാൻ ശ്രദ്ധിച്ചു. അതിന് ഫലമുണ്ടായി. വോട്ടർ പട്ടികയുടെ പേര് ചേർത്തു. അങ്ങനെ വോട്ടർ പട്ടികയിൽ പേര് വന്നാൽ മാത്രമല്ല, അത് അവകാശം വിനിയോഗിക്കണമെന്ന ഒരു നിലപാട് കൂടി ജനങ്ങൾ സ്വീകരിച്ചു. അതും ഈ പോളിംഗ് ശതമാന വർധനയ്ക്ക് കാരണമായിട്ടുണ്ടെന്ന് പൊതുവിൽ വിലയിരുത്തലുണ്ട്. 78 എന്നുള്ളത് ഒരുപക്ഷെ 79 ഒരു 80-ലേക്കും എങ്കിലും എത്താവുന്ന സാഹചര്യമുണ്ട്. സർവീസ് വോട്ടുകൾ ഇനിയും പോൾ ചെയ്യാനുണ്ട്.